സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജോയ്സി എഴുതിയ കാണാത്ത തീരങ്ങൾ. നമ്പർ ഡയൽ ചെയ്യുമ്പോൾ അല്ലിമയുടെ മൂക്കിന് താഴെ വിയർപ്പ് പൊടിഞ്ഞു. പരിഭ്രാന്തിയുണ്ട് മനസ്സിൽ. ആകാംക്ഷ ഹൃദയമിടിപ്പ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പരിഭ്രമിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ എന്നവൾ ഓർക്കാതിരുന്നില്ല. ആൺ സുഹൃത്തുക്കളുമായി നിസ്സങ്കോചം സംസാരിക്കാറുള്ളതാണ്. ഇൻ്റർ കോളേജ് ലെവലിലുള്ള ഡിബേറ്റുകൾ, ക്വിസ് മത്സരങ്ങൾ എന്നിവയിലൊക്കെ പങ്കെടുക്കുമ്പോൾ പോലും പതറിയിട്ടില്ല. സ്റ്റേജിൽ ആങ്കറായി പലതവണ നിന്നിട്ടുണ്ട്. അപ്പോഴും അങ്ങനെയൊരു ആവലാതി ഉണ്ടായിട്ടേയില്ല. വലിയൊരു സദസ്സിനെ അഭിമുഖീകരിച്ച് മൈക്കിന് മുന്നിൽ നിന്ന് പ്രസംഗിക്കേണ്ടി വന്നപ്പോൾ പോലും സഭാകമ്പമോ പേടിയോ തോന്നിയിട്ടില്ല. മേ ഐ ഹെൽപ്പ് യു പ്ലീസ്? ടെലിഫോൺ ഓപ്പറേറ്ററുടെ ശബ്ദം കേട്ടതോടെ അല്ലിമയ്ക്ക് ഒരു തകർച്ചയും തോന്നി. ഹലോ, പ്ലീസ് കണക്ട് ടു മിസ്റ്റർ സന്ദീപ്. അല്ലിമ പെട്ടെന്ന് പറഞ്ഞു. സന്ദീപ്? വിച്ച് സന്ദീപ്? സന്ദീപ് നമ്പ്യാർ, ഡെയിലി എഡിറ്റോറിയൽ. ഓക്കെ, പ്ലീസ് ഹോൾഡ് ഓൺ. അല്ലിമയ്ക്ക് തൻ്റെ നെഞ്ചിടിപ്പ് കേൾക്കാമെന്നായി. നെഞ്ചിനുള്ളിൽ അടിയന്തരാവസ്ഥയാണ്. ഓരോ മിടിപ്പും ഓരോ സ്ഫോടനമാണ്. ഫോണിൽ ഒരു ഗാനം. ഫോൺ കട്ട് ചെയ്താലോ എന്ന് അല്ലിമ ആലോചിച്ചു. ആരാണ് വിളിച്ചതെന്ന് ആർക്കും അറിയില്ല. ഓപ്പറേറ്റർ തിരിച്ചു വിളിച്ച് ചോദിക്കാനും പോകുന്നില്ല. ഹലോ, സന്ദീപ് ഹിയർ. ഫോണിൽ സന്ദീപിൻ്റെ സ്വരം കേട്ടതും അല്ലിമയുടെ മനസ്സിൽ നിന്ന് സകല വേവലാതികളും പറന്നുപോയി. ഗുഡ് ഈവനിങ് സർ, അല്ലിമ കുസൃതിയോടെ പറഞ്ഞു. ആരാണ്? മനസ്സിലായില്ല. ഞാൻ കുട്ടനാട്ടിൽ നിന്ന് വിളിക്കുകയാണ്. വെള്ളപ്പൊക്കത്തിൽ മണ്ണും ചെളിയും അടിഞ്ഞുകൂടിയ കുറേ വീടുകളുണ്ട് ഈ ഭാഗത്ത്. അതൊക്കെ ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതല്ല, അങ്ങനത്തെ വീടുകൾ ക്ലീൻ ചെയ്യാൻ ഏതെങ്കിലും, അതായത് ദുരിതാശ്വാസ പ്രവർത്തകരുണ്ടല്ലോ, അവരുടെ ഒരു ടീമിനെ. നിങ്ങൾക്കിപ്പോൾ എന്താ വേണ്ടത്? അങ്ങനെ ആരെയെങ്കിലും കിട്ടിയാൽ നന്നായിരുന്നു. സുഹൃത്തെ, ഇതൊരു പത്രം ഓഫീസാണ്. വാർത്തകൾ ശേഖരിച്ച് പത്രത്തിൽ അച്ചടിച്ച് സർക്കുലേറ്റ് ചെയ്യുന്ന സ്ഥാപനം. പത്രങ്ങളും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നുണ്ടല്ലോ. അതൊക്കെ ഉണ്ടാവും, പക്ഷേ അതല്ല നമ്മുടെ ജോലി. പ്ലീസ്, നിങ്ങൾ പത്രക്കാർക്ക് സ്വാധീനം ഉണ്ടല്ലോ. ആരെയെങ്കിലും 4-5 പേരെ പറഞ്ഞു വെച്ചിരുന്നെങ്കിൽ. വീട് നിറയെ ചെളിയാ, അതുകൊണ്ടാ. പറഞ്ഞത് മനസ്സിലായില്ലേ? ഇവിടെ ഇങ്ങനത്തെ ഏർപ്പാടില്ല. നിങ്ങൾ ഏതെങ്കിലും സന്നദ്ധ സംഘടനകളുമായി ബന്ധപ്പെട്ട് നോക്കൂ. എനിക്ക് ആരെയും അറിയില്ല. പത്രക്കാർക്കല്ലേ ഇതെല്ലാം അറിയാവുന്നത്. ഹരിപ്പാട്ടെന്നൊക്കെ ആളുകൾ ടീമായിട്ട് പോയി പലയിടത്തും സഹായിക്കുന്നതായിട്ട് കേട്ടല്ലോ. 2-3 സെക്കൻഡ് നേരത്തേക്ക് സമ്പൂർണ്ണ നിശബ്ദത. പിന്നെ മറുവശത്ത് നിന്നൊരു പൊട്ടിച്ചിരി. കലം ഉടഞ്ഞുവെന്ന് അല്ലിമയ്ക്ക് മനസ്സിലായി. മോളെ അല്ലി, ഇങ്ങനൊരു അൺഎക്സ്പെക്റ്റഡ് കോളായതുകൊണ്ടാ. ഇല്ലെങ്കിൽ എന്നെ പറ്റിക്കാൻ നീയല്ല, നിന്റെ അമ്മൂമ്മ നോക്കിയാൽ പറ്റത്തില്ല. മനസ്സിലായോ? അല്ലിമ ആശ്ചര്യസ്തബ്ധയായി. സംബോധനയിലൊക്കെ എന്തൊരു സ്വാതന്ത്ര്യം, എന്തൊരു അധികാരം. സോറി, പറ്റിക്കണമെന്ന് വിചാരിച്ചുകൊണ്ട് വിളിച്ചതല്ലാട്ടോ. പെട്ടെന്ന് തോന്നിയതാ. സന്ദീപ് ഏട്ടൻ്റെ ശബ്ദം കേട്ട ശേഷം. സോറിയൊന്നും വേണ്ട, എനിക്കിഷ്ടപ്പെട്ടു പ്രകടനം. ഇത്രയും കുസൃതിയൊക്കെ കയ്യിലുണ്ടല്ലേ? ഒന്നുമില്ലെന്നേ, ഇപ്പം തോന്നിയതാ. സത്യം പറഞ്ഞാൽ ഞാൻ പേടിച്ചാ വിളിച്ചത്. എന്തിനാ പേടി? എനിക്ക് അറിഞ്ഞൂടാ. അതൊക്കെ പോയി. എവിടെ പോയെന്ന് പോലും അറിഞ്ഞൂടാ. വിളിക്കാൻ എന്താ കാരണം? അതും അറിയില്ല. അത് നുണ. എന്തെങ്കിലും ഒരു കാരണമുണ്ടാകും. അന്ന് നിങ്ങളെല്ലാവരും കൂടി വന്ന് ഞങ്ങളെ സഹായിച്ചു. വീടൊക്കെ എത്ര പെട്ടെന്നാണ് ക്ലീൻ ചെയ്തത്. 1 മാസം പണിയെടുത്താലും തീരില്ല എന്ന് പറഞ്ഞ് അച്ഛനും അമ്മയും വിഷമിച്ചിരിക്കുമ്പോഴാണ്. അതൊക്കെ കഴിഞ്ഞിട്ടിപ്പോൾ ദിവസം എത്രയായി? അച്ഛനും അമ്മയും അതിന് കുറേ താങ്ക്സും പറഞ്ഞല്ലോ. ഇപ്പോൾ എന്താ വിളിച്ചത്? അച്ഛനും അമ്മയും മാത്രമല്ലേ താങ്ക്സ് പറഞ്ഞുള്ളൂ? ഞാൻ പറഞ്ഞില്ലല്ലോ. ഇയാളുടെ താങ്ക്സ് എനിക്ക് വേണ്ടെങ്കിലോ? അത് പറ്റില്ല മാഷേ, എൻ്റെ താങ്ക്സ് എടുക്കണം. ഇത് വേറെങ്ങും കൊടുക്കാൻ പറ്റില്ലല്ലോ. അല്ലിമ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഓ, വേറെങ്ങും ചിലവാകാത്തത് കൊണ്ട് എനിക്ക് അല്ലേ? കടം വാങ്ങിയിടത്തല്ലേ തിരിച്ചടവ് വേണ്ടത്? സമ്മതിച്ചു, സ്വീകരിച്ചു, സന്തോഷം. ഇനിയെങ്കിലും വിളിച്ച കാര്യം പറ. വെറുതെ വിളിച്ചതാണെന്നേ. അങ്ങനെ വെറുതെ വിളിക്കാൻ തോന്നുമോ? തോന്നി. ഇനിയും വെറുതെ വിളിക്കുമോ? ഫോൺ നമ്പർ തരണം. ഒരു ടെലിഫോൺ ഓപ്പറേറ്റർ ഇടയ്ക്ക് വേണോ? ഓക്കെ, നമ്പർ തരാം, കുറിച്ചെടുത്തോ. 1 മിനിറ്റ് പ്ലീസ്. ഞാനൊരു പേന തപ്പിയെടുത്തോട്ടെ. അല്ലിമ മേശപ്പുറത്തെ പെൻ ഹോൾഡറിൽ നിന്ന് പേനയെടുത്തു. സന്ദീപ് പറഞ്ഞു കൊടുത്ത നമ്പർ അവൾ എഴുതിയെടുത്തു. ഓക്കെ, താങ്ക് യു. അല്ലിമ കോൾ കട്ട് ചെയ്തു.
എന്നിട്ട് ഫോണിലേക്ക് നോക്കി. ഇതുവരെ കാണാത്ത ഒരു രാജ്യത്തിൻ്റെ അതിർത്തി കടന്നതുപോലെ അവൾക്ക് തോന്നി. ഉടലിൽ നിന്ന് അനേകം ചെറുപക്ഷികൾ ചിറകടിച്ച് പറന്ന് ഗഗനവിശാലതയിലേക്ക് ഉയരുന്ന പോലെ. അല്ലിമ നമ്പർ കുറിച്ച കടലാസ് കയ്യിലെടുത്തു. അവ കേവലം അക്കങ്ങളാണെന്ന് അവൾക്ക് തോന്നിയതേയില്ല. അതെല്ലാം രഹസ്യ കോഡുകളാണ്. അവയോരോന്നിനും ഓരോ നിഗൂഢ അർത്ഥങ്ങളുണ്ട്. മറ്റുള്ളവർക്ക് ഇത് വെറും ഫോൺ നമ്പർ മാത്രമായിരിക്കും. ഇതെന്താ ഏതോ നമ്പർ നോക്കിയിരുന്ന് ചിരിക്കുന്നേ? ചോദ്യം ഓർക്കാപ്പുറത്തായിരുന്നതുകൊണ്ടും ചോദ്യകർത്താവ് പിന്നിലായിരുന്നതുകൊണ്ടും അല്ലിമ ഞെട്ടിത്തിരിഞ്ഞു നോക്കി. എന്താ ചേച്ചി ഇത്? ആരുടെ ഫോൺ നമ്പറാ? വിന്ദാര അടുത്തേക്ക് വന്നു. ആരുടേതായാലെന്താ? കണ്ടാൽ ചിരി വരുന്ന നമ്പർ ഏതാ? ഏതെങ്കിലും കോമഡി ആർട്ടിസ്റ്റിൻ്റേതാണോ? ഞാൻ ഈ നമ്പറിൻ്റെ പ്രത്യേകത കണ്ട് ചിരിച്ചതാ. എന്ത് പ്രത്യേകത? വിന്ദാര സൂക്ഷിച്ചു നോക്കി. ഡിസെൻഡിങ് ഓർഡറിലല്ലേ ഇത്? വിന്ദാര പിന്നെയും നോക്കി. അതിൽ ഇത്ര ചിരിക്കാൻ എന്തിരിക്കുന്നു? ഡിസെൻഡിങ് ഓർഡർ ഇടയ്ക്ക് തെറ്റിയിട്ടുമുണ്ട്. തെറ്റിയത് ഓർത്ത് ചിരിക്കാമല്ലോ. വട്ടായോ? വിന്ദാര അവളെ സൂക്ഷിച്ചു നോക്കി. ആ നോട്ടം കണ്ട് അല്ലിമയ്ക്ക് വീണ്ടും ചിരി വന്നു. പോ അവിടുന്ന്! വിന്ദാര ദേഷ്യപ്പെട്ടു പോയി. അല്ലിമ ചിരി നിർത്തിയിട്ട് വീണ്ടും ആ നമ്പറിലൂടെ കണ്ണോടിച്ചു. അത് ഫോണിൽ സേവ് ചെയ്തു. മറുവശത്ത് സന്ദീപും വലിയ സന്തോഷത്തിലായിരുന്നു. അല്ലിമ വിളിച്ച കാര്യം ആരോടെങ്കിലും പറയണമെന്ന് അവന് തോന്നി. ആ കോൾ കൊണ്ടുവന്ന പോസിറ്റീവ് എനർജി മനസ്സിലും ശരീരത്തിലും ഒതുങ്ങുന്നില്ല. ആരെയാണ് വിളിച്ച് പറയേണ്ടത്? അമ്മയെ വിളിച്ച് പറയാം. ഞാൻ കല്യാണം ആലോചിച്ച പെണ്ണ് എന്നെ വിളിച്ച് സംസാരിച്ചു അമ്മേ. വെറും സംസാരമല്ല, കുറച്ച് കുസൃതിയൊക്കെ പറഞ്ഞു. അമ്മ ചോദിക്കും, അതിന് നീ ഇത്ര തുള്ളിച്ചാടാൻ എന്തിരിക്കുന്നു? നിങ്ങളിപ്പോൾ പലതവണ തമ്മിൽ കാണുകയും മിണ്ടുകയും ചെയ്തില്ലേ? ആ ഫ്രണ്ട്ഷിപ്പ് വെച്ച് വിളിച്ചതായിരിക്കും. അങ്ങനെയും ആകാം. ശരി, അമ്മയോട് പറയണ്ട. വൈഷ്ണവി ആൻറ്റിയോട് പറയാം. അവരല്ലേ തനിക്ക് വേണ്ടി കല്യാണാലോചനയുമായി ആ വീട്ടിൽ പോയത്. അങ്ങനെ ചിന്തിച്ചുവെങ്കിലും ഇപ്പോൾ ആൻറ്റിയോട് വെളിപ്പെടുത്താൻ ഒരു കുറച്ചിൽ തോന്നി. അല്ലിമ തന്നെ സൗഹൃദത്തിൻ്റെ പേരിൽ വിളിച്ചതാകാം. അല്ലിമയെ കല്യാണം ആലോചിക്കുകയും അവൾ തിരസ്കരിക്കുകയും ചെയ്ത ശേഷമുണ്ടായ കണ്ടുമുട്ടലുകളിൽ ഒരിടത്തും താൻ അവളോട് ആ ഒരു സംഗതി മനസ്സിൽ വെച്ച് പെരുമാറിയിട്ടില്ല. അത് അന്നേ താൻ വിട്ടുകളഞ്ഞു എന്ന മട്ടിലായിരുന്നു പെരുമാറ്റം. എന്നാൽ കുഴപ്പമില്ല, അല്പം സൗഹൃദം പങ്കുവയ്ക്കാം എന്നല്ലേ അവൾ കരുതിയിട്ടുണ്ടാകൂ. തീർച്ചയായും തനിക്ക് ഒരു ഉപദേശം കിട്ടിയേ തീരൂ എന്ന് സന്ദീപിന് തോന്നി. സന്ദീപ് കിഷോറിനെ ഫോൺ വിളിച്ച് അല്ലിമ തനിക്ക് ഫോൺ ചെയ്ത കാര്യം അറിയിച്ചു. സന്തുവേട്ടാ, ലോട്ടറി അടിച്ചോ? എനിക്ക് സംശയം വെറും ഫ്രണ്ട്ഷിപ്പാണോന്ന്. ആയിക്കോട്ടെ, ഫ്രണ്ട്ഷിപ്പ് വളർന്ന് പടർന്ന് പന്തലിച്ചുകൂടെ? എനിക്ക് വിശ്വാസം പോരാ. വിളിച്ചല്ലോ, ഇനി തിരിച്ചു വിളിക്കാമല്ലോ. പക്ഷേ നമ്മൾ സംസാരിക്കുമ്പോൾ സൂക്ഷിക്കണം അല്ലേ? നമുക്കിപ്പോഴും ആ ഭ്രമമുണ്ടെന്ന് അവൾക്ക് തോന്നരുത്. ഭ്രമം ഇപ്പോഴും ഉണ്ടെന്ന് തോന്നണം. അതല്ലേ അവർക്ക് സന്തോഷം. ആണോ? അവർക്കിഷ്ടമില്ലെങ്കിൽ സന്തോഷം തോന്നുവോടെ? നമ്മളെ ആർക്കെങ്കിലുമൊക്കെ ഇഷ്ടമാണെന്നറിയുന്നത് സന്തോഷമല്ലേ? അതാരായാലെന്താ? അത് ശരിയാ. എനിക്ക് പ്രതീക്ഷിക്കാനുള്ള വകയുണ്ടോ കിച്ചു? ഒരു കാര്യം ചെയ്യാം, ഞാൻ പോയി ഒന്ന് മുട്ടി നോക്കാം. മനസ്സ് തുറക്കുമോ എന്നറിയാമല്ലോ. നീ മുട്ടണ്ട. നീ ആ ഭാഗത്തൂടെ നടക്കുക പോലും വേണ്ട. നടന്നാലും ആ വീടിന് നേർക്ക് നോക്കണ്ട. ഈ സ്വഭാവമാണ് എനിക്ക് പിടിക്കാതെ. വാസ്തവത്തിൽ ഇത് നുഴഞ്ഞുകയറ്റമല്ലേ? ഹരിപ്പാട്ടുകാരൻ ഞങ്ങളുടെ ഹൗസിംഗ് കോളനിയിൽ വന്ന് ഇവിടെയുള്ള പെണ്ണിനെ അടിച്ചു മാറ്റിക്കൊണ്ട് പോകുന്നതിൽ എന്ത് നീതിയാ ഉള്ളത്? ഞങ്ങൾ ഇവിടെ ഉള്ളവർ എന്തു ചെയ്യണം? നീ ഹരിപ്പാട്ട് വാ, ഞാൻ ശരിയാക്കി തരാം. ഏറ്റോ? ഏറ്റു. ഞാൻ അമ്മയോട് പറയട്ടെ ഒന്നുകൂടെ പോയി ആലോചിക്കാൻ? വേണ്ട, ഇനി അങ്ങോട്ട് പറയണ്ട. ഇക്കാര്യത്തിൽ വാശി വേണോ സന്തുവേട്ട? ആവശ്യക്കാരന് ഔചിത്യമില്ലെന്നല്ലേ? നിനക്കെന്ത് തോന്നുന്നു? ഇത് നടക്കുമോ? 101 തവണ. അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞത് കുറിച്ചു വെച്ചു. ഒരിക്കൽ വേണ്ടെന്ന് പറഞ്ഞയാളെ തിരിച്ചു വിളിക്കണമെങ്കിൽ മനസ്സിലൊരു തിരുത്തൽ നടന്നിട്ടില്ലേ? സന്തുവേട്ടന് സന്തോഷമല്ലേ തോന്നിയത്? അതെ, ഞാനതിൽ മുങ്ങിക്കുളിച്ചിട്ടാണ് നിന്നെ വിളിച്ചത്. അപ്പോൾ ഒട്ടും സംശയിക്കണ്ട. എന്നാലും കുറേ കൂടി സ്പഷ്ടമായ ഒരു പോസിറ്റീവ് സൈൻ മറുവശത്ത് നിന്ന് വരട്ടെ, സന്ദീപ് പറഞ്ഞു. രാത്രി ഒരു ഗുഡ് നൈറ്റ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച് അവൻ പലവട്ടം ഫോൺ എടുത്തു നോക്കി. മെസ്സേജിലുമില്ല, വാട്സാപ്പിലുമില്ല. ജോലി കഴിഞ്ഞ് കാറോടിച്ച് പോരുമ്പോൾ സന്ദീപിന് തോന്നി, അല്ലിമയ്ക്ക് ഒരു മിസ്ഡ് കോൾ വിട്ടാലോ?
അല്ലെങ്കിൽ ഒരു ഗുഡ് നൈറ്റ് ആശംസിച്ചാലോ? ഒടുവിൽ രണ്ടും വേണ്ടത് വെച്ചു. അസമയമാണ്, കിടന്നിട്ടുണ്ടാകും. അല്ലെങ്കിലും രാത്രി വൈകി പെൺകുട്ടികളെ വിളിക്കുന്നതും അവരോട് സംസാരിക്കുന്നതും ശരിയല്ല. അല്ലിമ വിളിച്ച വിവരം അമ്മയോട് പറഞ്ഞാലോ എന്ന് ആലോചിച്ചെങ്കിലും അതും വേണ്ടെന്ന് വെച്ചു. ഇനി ഒരിക്കൽ കൂടി വിഡ്ഢിയാകാൻ വയ്യ. സന്ദീപ് പിറ്റേന്ന് രാവിലെ ഉണർന്ന് എണീറ്റ ഉടനെ ഫോൺ എടുത്ത് നോക്കി. ഗുഡ് മോർണിംഗ് ഉണ്ടോ? ഇല്ല. മിസ്ഡ് കോൾ? അതുമില്ല. പിന്നെന്ത് കുന്തമാണുള്ളത്? താൻ അവളുടെ നമ്പർ ചോദിച്ചു വാങ്ങാതിരുന്നതിൻ്റെ പരിഭവമാണോ? എന്തെങ്കിലും ഒന്ന് തൻ്റെ ഫോണിലേക്ക് അയച്ചെങ്കിലല്ലേ തനിക്ക് നമ്പർ അറിയാൻ പറ്റൂ. ഫോണിൽ ട്രൂ കോളർ ഉള്ളതിനാൽ അത് വളരെ എളുപ്പവുമാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ലാപ്ടോപ്പും എടുത്തു വച്ചിരിക്കുമ്പോൾ സന്ദീപിന് ഒരു SMS വന്നു. അല്ലിമയുടെ പേരും ഫോൺ നമ്പറും, അത്രമാത്രം. വിളിക്കണമെന്നോ മറുപടി മെസ്സേജ് അയക്കണമെന്നോ എഴുതിയിട്ടില്ല. ആശയം വ്യക്തമാണെങ്കിലും പുരുഷ സഹജമായ അഹന്ത നിമിത്തം സന്ദീപ് 11 മണി വരെ കാത്തു. കോളൊന്നും വന്നില്ല, മെസ്സേജുമില്ല. തോറ്റു കൊടുത്തേക്കാമെന്ന് കരുതി അവൻ ഫോൺ കയ്യിലെടുത്തു. നമ്പർ ഡയൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഫോൺ കയ്യിലിരുന്ന് ഇരമ്പി. അല്ലിമയുടെ പേരും നമ്പറും തെളിഞ്ഞു. സന്ദീപ് ഫോൺ എടുത്തു. ഹലോ. ഹലോ, ഞാനൊരു നമ്പർ സെൻഡ് ചെയ്തിരുന്നു, കിട്ടിയില്ലേ? കിട്ടി. എപ്പോഴാ കിട്ടിയത്? കുറേ നേരമായി. എന്നിട്ടാണോ വിളിക്കാതിരുന്നേ? ഞാനല്പം ബിസിയായിരുന്നു. എന്നോടെന്തെങ്കിലും ദേഷ്യമുണ്ടോ? അല്ലിമയുടെ സ്വരത്തിൽ പരിഭവമുണ്ടെന്ന് തോന്നി. ഇല്ല, എനിക്ക് തന്നോടെന്തിനാ ദേഷ്യം? സന്ദീപ് മറുചോദ്യമിട്ടു. ഞാനൊരു പ്രപ്പോസൽ റിജക്റ്റ് ചെയ്തു. അപ്പോൾ ദേഷ്യം ഉണ്ടാവണമല്ലോ. അതിനെന്തിനു ദേഷ്യപ്പെടണം? ഒരാൾക്ക് ഇഷ്ടമില്ലാത്തയാളെ വേണ്ടെന്ന് പറയാനുള്ള അവകാശം ഇപ്പോൾ എന്തായാലും നമ്മുടെ മാരേജ് സിസ്റ്റത്തിലുണ്ട്. പണ്ടായിരുന്നെങ്കിൽ പെൺകുട്ടികളുടെ ഇഷ്ടം നോക്കാതെ കല്യാണം അടിച്ചേൽപ്പിക്കുമായിരുന്നു. എനിക്കിഷ്ടമില്ലാത്ത ഒരു പെൺകുട്ടി കല്യാണം ആലോചിച്ച് വന്നാൽ ഞാൻ അപ്പം തന്നെ റിജക്റ്റ് ചെയ്യും. അതല്ലേ അല്ലിമയും ചെയ്തുള്ളൂ. ദാറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ. അങ്ങനെയാണ് വേണ്ടത്. അതിന് ഞാൻ ദേഷ്യം വിചാരിച്ചാൽ അതല്ലേ വിവരമില്ലായ്മ? എന്നാലും പെണ്ണിനെ പോലെയല്ലല്ലോ പുരുഷൻ. പുരുഷനോട് പെണ്ണിന് തോന്നുന്ന തിരസ്കാരം ഒരല്പം അഭിമാന പ്രശ്നം കൂടിയല്ലേ? എനിക്കങ്ങനെ തോന്നിയില്ല. തോന്നിയിരുന്നെങ്കിൽ വീണ്ടും കണ്ടപ്പോൾ ഞാൻ മുഖം തിരിക്കേണ്ടതല്ലേ? കളമശ്ശേരിയിൽ വെച്ച് കണ്ടപ്പോഴോ? ആ, എനിക്കപ്പോൾ സന്തോഷമാണ് തോന്നിയത്. മറ്റൊരു സ്ഥലത്ത് വെച്ച് വീണ്ടും കാണാൻ പറ്റിയല്ലോ. അതെനിക്ക് മനസ്സിലായി. സന്തോഷമാണെന്ന്. അല്ലിമയുടെ അടക്കിയ ചിരിയലകൾ അവൻ കേട്ടു. എനിക്കും മനസ്സിലായി എന്നോടും അനിഷ്ടമൊന്നുമില്ലെന്ന്. അല്ലെങ്കിൽ എൻ്റെ സഹായം സ്വീകരിക്കില്ലല്ലോ. ഞാനൊന്ന് ചോദിച്ചോട്ടെ സന്ദീപേട്ടാ, എന്നോട് പെട്ടെന്ന് അങ്ങനൊരു ഇഷ്ടം തോന്നാൻ എന്താ കാരണം? ഹൗസ് വാമിങ്ങിൻ്റെ അന്നല്ലേ ആദ്യമായി കണ്ടത്? അറിയില്ല. ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്നൊരു തിയറി ഉണ്ടല്ലോ. എനിക്ക് തോന്നി ഇയാളെയാണല്ലോ ഞാൻ തേടിക്കൊണ്ടിരുന്നതെന്ന്. എന്നിട്ട് ഉടനെ കല്യാണം ആലോചിച്ചു. അതല്ലേ ചെയ്യാനുള്ളൂ, വേറെ ആരും കൊണ്ടുപോകുന്നതിന് മുമ്പ്. പിന്നെ ഇഷ്ടം പറയാനും പ്രേമിക്കാനും സമയവും സാഹചര്യവുമില്ലല്ലോ. ഞാൻ ഹരിപ്പാട്ടുകാരനല്ലേ. പിന്നീട് വേറെ പ്രപ്പോസൽ വല്ലതും നോക്കിയോ? ഇല്ല, താല്പര്യം തോന്നിയില്ല. ഇപ്പോഴും ആ പ്രപ്പോസൽ ഉണ്ടോ മനസ്സിൽ? മനസ്സിലുണ്ട്. പക്ഷേ ഒരിക്കൽ റിജക്റ്റ് ചെയ്യപ്പെട്ടതുകൊണ്ട് മുൻകൈ എടുക്കാൻ വയ്യ. ഇനി റിജക്റ്റ് ചെയ്യില്ല എന്ന് ഉറപ്പ് കിട്ടിയ ഒന്നുകൂടി ട്രൈ ചെയ്യോ? അതൊരു ചോദ്യമായിരുന്നു. ഉത്തരവുമായിരുന്നു. സന്ദീപിൻ്റെ കണ്ണിൽ നനവൂറി വന്നു. പ്രേമം എണ്ണമറ്റ വർണ്ണത്തുമ്പികളായി, പൂമ്പാറ്റകളായി, കുഞ്ഞു കുരുവികളായി, തത്തകളായി, പൂങ്കുയിലുകളായി പാറിപ്പറക്കുകയായിരുന്നു അവിരാമം മനസ്സിൻ്റെ ചക്രവാളത്തിൽ. കണ്ണിലും കാതിലും ചുണ്ടിലും ഹൃദയത്തിലും വിരൽത്തുമ്പുകളിലും അവ പറന്നു താണു ചിറകൊതുക്കുന്നു. രഹസ്യങ്ങൾ മന്ത്രിക്കുന്നു, ഈണം മൂളുന്നു. പ്രേമം അരുവിയായി ഒഴുകുന്നു. ഹൃദയത്തിൽ അലതല്ലുന്നു. അന്തരംഗത്തിൽ തുള്ളിച്ചിരിച്ച് പതയുന്നു. നീന്തി തുടിപ്പിക്കുന്നു. പ്രേമം നീർമണിക്കാറ്റായി തഴുകുന്നു. താലോലമാട്ടുന്നു. സൗരഭ്യം ചുരിയുന്നു. കോരിത്തരിപ്പിക്കുന്നു. അങ്ങനെയെല്ലാം സങ്കല്പിച്ചിട്ടും സന്ദീപിന് അതൊന്നും മതിയാകുന്നില്ല. മഴയിലും പുഴയിലും നിലാവിലും നക്ഷത്രങ്ങളിലും ഇരുട്ടിലും മഞ്ഞിലും വെയിലിലും പ്രേമം പ്രകാശം ചുരിഞ്ഞു തിളങ്ങുന്നു. പല കോണുകളിൽ നിന്നുകൊണ്ട് സന്ദീപിനെ നിരീക്ഷിച്ച ശേഷം നന്ദന അമ്മയുടെ അരികെ ചെന്ന് മുന്നറിയിപ്പ് കൊടുത്തു. മകനെ സൂക്ഷിച്ചോ, ഏതോ ലൈനിൽ കുരുങ്ങിയിട്ടുണ്ട്. എന്താ മോളെ നീ പറയുന്നേ? റൂമിൽ കയറിയ പിന്നെ ഫോണിലാ ഫുൾ ടൈം.
പഴയ പോലെ അമ്മയുടെ അടുത്ത് വന്നിരുന്ന് പുന്നാരം പറയുന്നുണ്ടോ? അച്ഛൻ്റെ അടുത്ത് എന്തെങ്കിലും കാര്യം ഡിസ്കസ് ചെയ്യുന്നുണ്ടോ? ഇല്ല. എൻ്റെ മിക്കിട്ട് കയറാൻ വരുമായിരുന്നല്ലോ, അതും ഇല്ല. അവന് ലവ് അഫെയർ ഉണ്ടെന്നാണോ നീ പറയുന്നേ? പിന്നല്ലാതെ എന്ത് സോഫ്റ്റായിട്ടാ സംസാരിക്കുന്നേ. ആരോടാ ഇത്രയും തേൻ മധുരമായിട്ട്? അമ്മയൊന്ന് നോട്ട് ചെയ്യണേ. നീ ചോദിച്ചില്ലേ? ഞാൻ ചോദിച്ചപ്പം എന്നെ തല്ലാൻ വരുന്നു. അതിനുശേഷം രാജശ്രീയും മകനെ ശ്രദ്ധിച്ചു. നന്ദന പറഞ്ഞത് ശരിയാണെന്ന് തോന്നി. മറ്റാരും അടുത്തില്ലാതെ ഒരവസരം കിട്ടിയപ്പോൾ രാജശ്രീ ചോദിച്ചു, ആ പെണ്ണ് നിന്നെ കൂടെ കൂടെ വിളിക്കാറുണ്ടോ? ഏത് പെണ്ണ്? സന്ദീപ് അറിയാത്ത മട്ട് അഭിനയിച്ചു. നീ വൈഷ്ണവിയെ കൊണ്ട് കല്യാണം ആലോചിച്ചില്ലേ? എന്താ അതിൻ്റെ പേര്? അല്ലിമ. ഹോ, എന്തൊരു ഉത്സാഹം ആ പേര് പറയാൻ. അമ്മയ്ക്ക് എന്തെങ്കിലും സംശയമുണ്ടോ? ഉള്ളതുകൊണ്ടല്ലേ ചോദിച്ചത്. എന്നാൽ ഞാനൊരു സത്യം പറയട്ടെ. പറ. അമ്മയുടെ സംശയം പൂർണ്ണമായി ശരിയാണ്. നീ എന്താ ക്വിസ് മത്സരം നടത്തുന്നോ? ഞാൻ പിന്നെന്താ പറയേണ്ടത്? അവൾക്കിപ്പോൾ നിന്നെ ഇഷ്ടമായോ? ആയിക്കൊണ്ടിരിക്കുന്നു. എന്നുവെച്ചാ കുറച്ചുകൂടെ ശരിയാകാനുണ്ടെന്നാ? അങ്ങനെയല്ലമ്മേ. ഇഷ്ടപ്പെട്ടാൽ മാത്രം പോരല്ലോ, പരസ്പരം അറിയണ്ടേ? രണ്ടുപേരുടെയും സ്വഭാവവിശേഷങ്ങൾ, അഭിരുചികൾ, ഇഷ്ടാനിഷ്ടങ്ങൾ, ഇതിനൊക്കെ ഒരു പൊരുത്തം വേണ്ടേ? കുറേ ആശയങ്ങളൊക്കെ പങ്കുവെച്ച് കഴിയുമ്പോൾ മനസ്സിലാകുമല്ലോ. നീ എങ്ങും തൊടാതെ ഉരുണ്ട് കളിക്കണ്ട. അച്ഛനോട് പറയാറായോ? ഇല്ല. അവരുടെ വീട്ടിലുള്ളവരെ അറിയിച്ചോ? ഇതുവരെ ഇല്ല. ശരി. വിന്ദുജ കൊണ്ടുവന്ന പ്രപ്പോസൽ വേണ്ടത് വെക്കണോ അതോ? അമ്മേ, അത് ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ. ചേച്ചിയുടെ ഹസ്ബൻഡിൻ്റെ ഫാമിലിയുമായിട്ട് ഇനിയൊരു കൂട്ടിക്കെട്ട് വേണ്ട. ചേച്ചി എന്താ അതിൽ നിന്ന് പിടിവിടാത്തെ? അവൾക്കവിടെ കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയാ. അതിനെന്നെ കരുവാക്കണ്ട. അപ്പോൾ വൈഷ്ണവിയോട് പറയട്ടെ ഇത് തന്നെ ഒന്നുകൂടെ സംസാരിക്കാൻ? കുറച്ചുകൂടി കഴിയട്ടെ അമ്മേ. ഞങ്ങളല്പം ഫ്രീ ആയിട്ട് സംസാരിച്ചോട്ടെ. ഇപ്പോൾ എല്ലാം പറഞ്ഞു തീർത്താ കല്യാണം കഴിയുമ്പോൾ പറയാൻ ഒന്നും ബാക്കിയുണ്ടാവില്ല. ഇതെന്താ പുസ്തകമാണോ വായിച്ച് തീർന്നു പോകാൻ? ലോകത്ത് എന്തെല്ലാം വിഷയങ്ങളുണ്ടമ്മേ സംസാരിക്കാൻ. കല്യാണം വേണമെങ്കിൽ നടത്തി വെച്ചോ. അല്ലെങ്കിൽ ഇടയ്ക്ക് അവളിട്ടിട്ട് പോയി അമ്മയെന്നും പറഞ്ഞുകൊണ്ട് വരരുത്. ആദ്യം ഞങ്ങൾ ഒന്ന് ആലോചിച്ച് പ്ലാൻ ചെയ്യട്ടെ, എന്നിട്ട് പറയാം. വാസ്തവത്തിൽ രാജശ്രീക്ക് സന്തോഷമായിരുന്നു. മകൻ അല്ലിമയുമായി പ്രേമത്തിലാണെന്ന് അവർക്ക് ബോധ്യപ്പെട്ടു. ഇനി വിവാഹം നടത്തുകയേ വേണ്ടൂ. ആശിച്ച പെണ്ണിനെ തന്നെ അവന് കിട്ടിയത് അവൻ്റെ ഭാഗ്യം കൊണ്ടായിരിക്കാം എന്നവർ കരുതി. സാധാരണ ഒരിക്കൽ വേണ്ടെന്ന് വെച്ച ആലോചന പിന്നീട് രണ്ടു കൂട്ടരും പരിഗണിക്കാറില്ല. സമയമായി എന്ന് സന്ദീപ് പറയുന്നത് വരെ സംഗതി ഇങ്ങനെ തന്നെ പോകട്ടെ എന്ന് രാജശ്രീ കരുതി. അല്ലിമ തിളപ്പിച്ച വെള്ളത്തിൻ്റെ സ്റ്റീൽ ചരുവം മേശപ്പുറത്ത് വെച്ചു. സ്റ്റീൽ ലിഡ് കൊണ്ട് അത് മൂടിയിരുന്നു. പച്ച നിറത്തിലുള്ള ആംബ്യൂൾ എടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് അവൾ രാജഗോപാലിനോട് പറഞ്ഞു, ഗെറ്റ് റെഡി മെൻ. രാജഗോപാൽ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് കസേരയിലിരുന്നു. അല്ലിമ കർച്ചീഫ് കൊണ്ട് അയാളുടെ കണ്ണ് മൂടിക്കെട്ടി. പുതപ്പെടുത്ത് അയാളുടെ തലവഴി മൂടി പുതപ്പിച്ച ശേഷം പുതപ്പിൻ്റെ ഒരറ്റം പൊക്കി ചരുവത്തിൻ്റെ സ്റ്റീൽ മൂടി മാറ്റി ആംബ്യൂൾ തിളച്ച വെള്ളത്തിലേക്കിട്ടു. വീണ്ടും രാജഗോപാലിൻ്റെ തല മൂടി. ശ്വാസം വലിച്ചു. മൂക്കിൽ കൂടിയും വായിൽ കൂടിയും നല്ല പോലെ വലിച്ചെടുക്ക്. ഇന്നലെ തുടങ്ങിയതാണ് രാജഗോപാലിന് ജലദോഷവും ശ്വാസമുട്ടലും. പുതപ്പിനുള്ളിൽ നിന്ന് ചുമയും ശ്വാസം മേങ്ങി വലിക്കുന്ന ശബ്ദവും കേട്ടു. അല്ലിമ അച്ഛൻ്റെ പുറം തടവിക്കൊണ്ട് അരികെ തന്നെ നിന്നു. ശ്രീലക്ഷ്മി വാതിൽക്കൽ വന്ന് നോക്കി. നിന്റെ ഈ പൊടിക്കൈ കൊണ്ടൊന്നും രക്ഷയില്ല മോളെ. ഹോസ്പിറ്റലിൽ തന്നെ പോകുന്നതാ നല്ലത്. ടെമ്പറേച്ചർ കൂടി നോക്കിയിട്ട് ഞാൻ പറയാമേ, അല്ലിമ പറഞ്ഞു. പുതപ്പിനുള്ളിൽ നിന്ന് തുടരെ തുടരെ ശ്വാസം വലിക്കുന്ന ശബ്ദം കേൾക്കാമായിരുന്നു. അമ്മേ, ആ ഹോട്ട് വാട്ടർ ബാഗ് അതിപ്പോൾ എന്തിനാ? പുറത്ത് ചൂട് വയ്ക്കാൻ. എടുത്തോണ്ട് വാ പെണ്ണേ. ശ്രീലക്ഷ്മി അവളെ സൂക്ഷിച്ചൊന്ന് നോക്കിയിട്ട് പോയി. അല്ലിമ പുതപ്പ് പൊക്കി ചരുവത്തിലെ ചൂടുവെള്ളം ഒന്ന് കുലുക്കി ഇളക്കി. അച്ഛാ, ഒറ്റപ്പിടുത്തം കൂടി പിടിച്ചോ. അവൾ രാജഗോപാലിൻ്റെ തല പുതപ്പിട്ട് മൂടി. അയാൾ കുറേ തവണ കൂടി ശ്വാസം വലിച്ചിട്ട് പറഞ്ഞു, മതി മോളെ. അല്ലിമ പുതപ്പെടുത്ത് മാറ്റി. രാജഗോപാലിൻ്റെ മുഖത്തെമ്പാടും ചെറിയ വീർപ്പും കണികകൾ തുടിച്ചു നിന്നു. നല്ലപോലെ വിയർത്തല്ലോ. അല്ലിമ കണ്ണിന് മീതെ കെട്ടിയ കർച്ചീഫ് അഴിച്ചു മാറ്റി. നീ എന്തിനാടി എൻ്റെ കണ്ണ് കെട്ടുന്നേ? മുമ്പില്ലായിരുന്നല്ലോ അങ്ങനെയൊരു ചടങ്ങ്. രാജഗോപാൽ തമാശയായി ചോദിച്ചു. കണ്ണിന് ചൂട് തട്ടാതിരിക്കാനാ. അതിന് കണ്ണടച്ച് പിടിച്ചാൽ പോരെ? പോരാ. ഞാൻ കുറച്ച് ദിവസം മുമ്പാ വായിച്ചത്.
കണ്ണ് ഏതെങ്കിലും ക്ലോത്ത് കൊണ്ട് മറയ്ക്കണമെന്ന്, അല്ലെങ്കിൽ ചൂടുള്ള ആവി കൺപോളകളിൽ തട്ടും. അത് നല്ലതല്ല. കണ്ണിന് എപ്പോഴും തണുപ്പല്ലേ നല്ലത്. അറിഞ്ഞയുടനെ നീ അങ്ങ് പ്രയോഗിച്ചു. രാജഗോപാൽ കളിയാക്കി. അച്ഛാ, അല്ലിമ്മ പരിഭവത്തിൽ വിളിച്ചു. ഗുഡ് ഹെൽത്തിന് പറ്റിയ ഒരു ഇൻഫർമേഷൻ കിട്ടിയ നമ്മളത് ഇംപ്ലിമെൻ്റ് ചെയ്യണ്ടേ? ശ്രീലക്ഷ്മി ഹോട്ട് വാട്ടർ ബാഗുമായി വന്നു. അല്ലിമ്മ അത് വാങ്ങി അടപ്പ് തുറന്ന് ചരുവത്തിലെ ചൂടുവെള്ളം അതിലൊഴിച്ച് നിറച്ചു. അതിനുശേഷം രാജഗോപാലിനോട് കിടക്കയിൽ കമിഴ്ന്നു കിടക്കാൻ ആവശ്യപ്പെട്ടു. രാജഗോപാൽ കിടന്നപ്പോൾ അയാളുടെ മുതുകിൽ ഹോട്ട് വാട്ടർ ബാഗ് അവിടെ വെച്ച് ചൂട് പിടിച്ചു. അമ്മേ, തെർമോമീറ്റർ, അല്ലിമ്മ ആവശ്യപ്പെട്ടു. ഇവളുടെ ആജ്ഞ കേട്ടാൽ തോന്നും ഇവള് വലിയ ഡോക്ടറും ഞാനൊരു നേഴ്സുമാണെന്ന്. ശ്രീലക്ഷ്മി പിറുപിറുത്തുകൊണ്ട് പോയി തെർമോമീറ്റർ എടുത്തുകൊണ്ട് വന്നു. അല്ലിമ്മ അത് വെച്ച് രാജഗോപാലിൻ്റെ ടെമ്പറേച്ചർ ചെക്ക് ചെയ്തു. 101 ഡിഗ്രി. ഇന്ന് ഓഫീസിൽ പോകണ്ട, കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ്. ഹോസ്പിറ്റലിൽ പോണതല്ലേ നല്ലത്? ശ്രീലക്ഷ്മി ചോദിച്ചു. അതിൻ്റെ ആവശ്യമൊന്നുമില്ലമ്മേ, അച്ഛന് റെസ്റ്റാ വേണ്ടത്. ഇത്തിരി സഫോക്കേഷനുണ്ട്, പിന്നെ ചെസ്റ്റ് ഇൻഫെക്ഷൻ. ദിവസം 3 തവണ ആവി പിടിച്ചാൽ മതി. 10 ദിവസം മരുന്ന് കഴിച്ചാലും 10 ദിവസം. അച്ഛനും മോളും കൂടി തന്നെത്താൻ ചികിത്സിച്ച് എല്ലാം കുഴപ്പത്തിലാക്കുമെന്നാണ് എൻ്റെ പേടി. അമ്മ ധൈര്യമായിട്ട് ഓഫീസിൽ പോയിക്കോ, ഞാൻ നോക്കിക്കോളാം അച്ഛനെ. നിനക്ക് കോളേജിൽ പോകണ്ടേ? അത് ആഫ്റ്റർനൂൺ അല്ലേ? നോ പ്രോബ്ലം. ശരി ശരി. അത്ര ശരിയല്ല എന്നുള്ള മട്ടിൽ പറഞ്ഞിട്ട് ശ്രീലക്ഷ്മി പിന്തിരിഞ്ഞു പോയി. ഞാൻ ഇന്നും കൂടി ഓഫീസിൽ പോകാം, നാളെ റെസ്റ്റ്, അതുപോരെ? രാജഗോപാൽ മകളോട് ചോദിച്ചു. അച്ഛൻ പോകണ്ട, ഇന്ന് പോവുകയേ വേണ്ട. ബോറടിക്കുമ്പോൾ വായിക്കാൻ ഞാൻ ബുക്ക് തരാം. നിന്നെ കൊണ്ട് തോറ്റു. ജയിച്ചു എന്ന് പറ അച്ഛാ. ആ ശരി, നിന്നെ കൊണ്ട് ജയിച്ചു. രാജഗോപാൽ ചിരിച്ചു. ശ്രീലക്ഷ്മി ഓഫീസിലും വിന്ദാരയും വിശാഖും ക്ലാസ്സിലേക്കും പോയി കഴിഞ്ഞപ്പോൾ അല്ലിമയ്ക്ക് സന്ദീപിൻ്റെ കോൾ വന്നു. ഹായ് അല്ലി, ഹൗ ആർ യു? ഫൈൻ, താങ്ക് യു. അവിടെ എന്ത് ചെയ്യുവാ പത്രപ്രവർത്തകൻ? പത്രങ്ങളൊക്കെ പെറുക്കി വായിച്ചുകൊണ്ടിരിക്കുന്നു. ഇതുവരെ തീർന്നില്ലേ? സമയം 10 മണി കഴിഞ്ഞല്ലോ. ഞങ്ങൾ പത്രക്കാർ ലേറ്റായിട്ടല്ലേ കിടക്കുന്നതും എണീക്കുന്നതും. വൈകിട്ട് 4-ന് തുടങ്ങി രാത്രി 12-ന് തീരുന്ന ജോലിയല്ലേ. നമുക്കത് വേണ്ടെന്ന് വെച്ചിട്ട് സിവിൽ സർവീസ് നോക്കിയാലോ? ഒരേ വർഷം, ഒരേ ബാച്ച്, ഒരേ കരിയർ. എന്ത് രസമായിരിക്കും. രസമൊക്കെ തന്നെയാ. തലയിൽ വല്ലതും വേണ്ടേ പ്രിലിമിനറി എഴുതിയെടുക്കാൻ? ഒന്നുമില്ലേ? കളിമണ്ണാണോ? അല്ലിമ കുസൃതി ചിരിയോടെ ചോദിച്ചു. അതുകൊണ്ടല്ലേ ഞാൻ ബുദ്ധിയുള്ള ഒരാളെ കൂട്ടി വിളിക്കുന്നത്. അയ്യോടി, എനിക്കത്ര വലിയ ബുദ്ധിയൊന്നുമില്ലാട്ടോ. ഉള്ളത് വെച്ച് ഫൈറ്റ് ചെയ്യുന്നതേ ഉള്ളൂ. പ്രിലിമിനറി തോറ്റാൽ ഞാനും വരാം ജേർണലിസ്റ്റായിട്ട്. സിവിൽ സർവീസൊക്കെ ഓരോരോ ആഗ്രഹമല്ലേ? അല്ലിമ പറഞ്ഞു. വീട്ടിൽ എന്തെങ്കിലും ഡെവലപ്മെൻ്റ് ഉണ്ടായോ? സന്ദീപ് തിരക്കി. എന്ത് ഡെവലപ്മെൻറ്റ്? നമ്മുടെ ഇഷ്യൂ. ഞാൻ ആരോടും ഒന്നും പറഞ്ഞിട്ടില്ല. പറയണ്ടേ? ആര് പറയണം? നമ്മുടെ ആവശ്യം നമ്മളല്ലേ പറയേണ്ടത്. ആവശ്യക്കാരൻ വന്നങ്ങ് പറഞ്ഞാൽ മതി. അല്ലിമ ചിരിച്ചു. ഞാനൊരു തവണ പറഞ്ഞതാണല്ലോ. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്തോന്നേ. അന്നേ ഞങ്ങൾ പറഞ്ഞതല്ലേ നടക്കില്ലാന്ന്. പിന്നെ എന്തിനാ ചോദിക്കണേന്ന് ചോദിച്ചാലോ? അല്ലിയല്ലേ ഡിസിഷൻ എടുക്കേണ്ടത്. അവളെ വിളിച്ച് ചോദിക്കാൻ പറയണം. അപ്പോഴോ? അപ്പോഴറിയാം വിവരം. അല്ലിമ പിന്നെയും ചിരിച്ചു. ഞാൻ വരുന്നുണ്ട് മൺഡേ മോർണിംഗ്. എന്തിന്? എനിക്ക് കാണണം. എന്നെയോ? പിന്നല്ലാതെ. എൻ്റെ ചങ്കിടിപ്പ് കൂട്ടല്ലേ. പേടിയാണോ? പേടിയൊന്നുമില്ല. ഇപ്പം തന്നെ ഹാർട്ട് ബീറ്റ് ഇരട്ടിയായി. എന്നോടന്ന് അനിഷ്ടം തോന്നാൻ എന്താ കാരണം? അനിഷ്ടം തോന്നിയില്ലല്ലോ. അതുകൊണ്ടല്ലേ പ്രപ്പോസൽ തള്ളിക്കളഞ്ഞത്? അല്ലെന്നേ, മാരേജ് പ്ലാനൊന്നും എൻ്റെ മനസ്സിലില്ലല്ലോ. എനിക്ക് അച്ചീവ് ചെയ്യാൻ കുറേ കാര്യങ്ങളുണ്ട്. ഫ്യൂച്ചറിൽ ഞാൻ എന്തൊക്കെ ആവണം എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ കല്യാണം കഴിച്ചേക്കാമെന്ന് പറഞ്ഞ് വന്നിരിക്കുന്നു. ദേഷ്യം വരാതിരിക്കുമോ? എന്തിനു ദേഷ്യം? ഒരു കാര്യവുമില്ലാതെ നോ പറയേണ്ടി വരുന്നതിലാണ്. നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരു പുരുഷനെ വേണ്ടെന്ന് പറയണ്ടേ? അത് പറയാൻ ഇത്തിരി വിഷമമുണ്ട്. അത് അയാളെ ഹർട്ട് ചെയ്യുമല്ലോ എന്നുള്ള വിഷമം. ഓക്കെ, ശരിയാ, ഹർട്ട് ചെയ്തായിരുന്നു. വേണ്ടാന്ന് പറഞ്ഞു എന്നറിഞ്ഞപ്പോൾ ഭയങ്കര ഡെസ്പായിപ്പോയി. 1-2 അടികൂടി കുഴിച്ച ഒരു വലിയ നിധി കിട്ടുമെന്നൊക്കെ വിചാരിച്ചിട്ട് ഒടുവിൽ ഒരു പിണ്ണാക്കുമില്ലെന്നറിയുമ്പോഴത്തെ ആ നഷ്ടബോധവും ശൂന്യതയും ഒക്കെ ഉണ്ടല്ലോ. ഞാൻ ഇനി കല്യാണം കഴിക്കുന്നേയില്ല എന്ന് പോലും ചിന്തിച്ചു പോയി. അച്ചോടാ, കഷ്ടം. അത്രയ്ക്കിഷ്ടമായിരുന്നു എന്നോട്.
ഇഷ്ടമെന്ന് വെച്ചാൽ തന്നെ കണ്ട ശേഷം എനിക്ക് വേറൊരു പെണ്ണിനെയും വേണ്ട, തന്നെ മാത്രം മതി. വേറൊരാൾ സ്യൂട്ടാവത്തേയില്ലെന്ന് മനസ്സുറപ്പിച്ചു. എന്ന് വെച്ച് വേണ്ടാന്നറിഞ്ഞപ്പോൾ ചങ്ക് പൊട്ടിപ്പോയെന്നുമില്ല. കേവല പരിചയമേ ഉള്ളൂ. പ്രേമമൊന്നും സ്റ്റാർട്ട് ചെയ്തില്ലല്ലോ. ബട്ട് ഭയങ്കര നിരാശയായിപ്പോയി. എന്നിട്ടെന്താ, നെക്സ്റ്റ് ഡേ ആയപ്പോഴേക്കും ഞാൻ നേരെ നിന്നു. ഞാൻ എന്നോട് തന്നെ പറഞ്ഞു, കൈവിട്ട് പോയിട്ടൊന്നുമില്ല. വിധിച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് തന്നെ കിട്ടും. ബി ഹോപ്പ്ഫുൾ, ബി ഒപ്റ്റിമിസ്റ്റിക്. എന്നിട്ട് അങ്ങനെ തന്നെ സംഭവിച്ചല്ലോ. മിറക്കിൾ ഒന്നുമല്ല, ഞാൻ ആഗ്രഹിച്ചുകൊണ്ടേയിരുന്നു. എൻ്റെ നക്ഷത്രം എനിക്ക് വഴികാട്ടുമെന്നൊരു വിശ്വാസം, അതിൻ്റെ കോസ്മിക് പവർ. അല്ലെങ്കിൽ നമ്മൾ കളമശ്ശേരി വെച്ച് വീണ്ടും ഒരു കണ്ടുമുട്ടലുണ്ടാവില്ല. അഥവാ കണ്ടാലും അറിയാത്ത മട്ടിൽ ഞാൻ പിന്തിരിഞ്ഞു നടന്നേനെ. എന്നെ ആഗ്രഹിച്ചിട്ടല്ലല്ലോ നമ്മൾ വീണ്ടും കണ്ടത്. അപ്പോൾ ഞാൻ ആഗ്രഹിച്ചിട്ട് തന്നെയാ. ശരിയായിരിക്കും. വീണ്ടും കാണണമെന്നോ അപ്പോഴൊന്നും ഞാൻ ചിന്തിച്ചിട്ട് കൂടിയില്ല. പക്ഷേ കളമശ്ശേരിയിലെ റിലീഫ് ക്യാമ്പിൽ വെച്ച് കണ്ടപ്പോൾ, എന്നെ അവോയ്ഡ് ചെയ്യാതെ എൻ്റെ കൂടെ നിന്നപ്പോൾ എനിക്ക് തോന്നി എൻ്റെ ആരോ ആണെന്ന്. പിന്നെ എൻ്റെ ഓർമ്മയിൽ വന്ന് കയറിക്കൊണ്ടിരുന്നു. നമ്മൾ വെയിലത്ത് ഉണങ്ങാൻ വേണ്ടി വെച്ചത് കൊത്തി തിന്നാൻ വരുന്ന പക്ഷികളെ കൈയൊക്കെ വീശിയും വഴക്കു പറഞ്ഞും ഓടിച്ചു വിടാൻ ശ്രമിക്കില്ലേ? അങ്ങനെയൊക്കെ ഞാനും നോക്കി. പോ എന്തിനാ എൻ്റെ മനസ്സിലോട്ട് കയറി വരുന്നേ? ഇവിടെ സ്പേസ് ഇല്ല, പോയിക്കോ. പക്ഷെ എവിടെ പോകാൻ? എന്നിട്ടും ഒന്ന് വിളിച്ചു പോലുമില്ല. സന്ദീപ് പരിഭവിച്ചു. ഞാൻ സ്ട്രഗിൾ ചെയ്യുക, അതിലേക്ക് തെന്നി വീഴാതെ പിടിച്ചു നിൽക്കാൻ വേണ്ടി. ഞാൻ വിചാരിച്ചു എന്നെ വിളിക്കുമായിരിക്കും. എന്നെ ഇഷ്ടപ്പെട്ട ആളല്ലേ, കൂടെ കൂട്ടാൻ മോഹിച്ച ആളല്ലേ. വിളിക്കാൻ എനിക്ക് നമ്പറില്ലല്ലോ, സന്ദീപ് വാദിച്ചു. വേണമെന്ന് വെച്ച നമ്പറൊക്കെ കിട്ടില്ലേ? ഗോപികയെ വിളിച്ച് ചോദിച്ചാൽ പോരെ? അന്ന് പോണേക്കര വീട്ടിൽ വെച്ച് പിരിയുമ്പോഴും എന്നോട് നമ്പർ ചോദിച്ചില്ല. അതൊരു ജാടയല്ലായിരുന്നോ? ജാടയല്ലടോ, ഒരു തരം ചമ്മൽ. ഒരിക്കൽ തോറ്റുപോയവനല്ലേ, വീണ്ടും തോൽക്കാനൊരു മടി. കിട്ടിയ അവസരം മുതലെടുത്തുവെന്ന് തോന്നുകയും ചെയ്യരുതല്ലോ. ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ മനസ്സിലടക്കി പിടിച്ചു. അന്നോ അതിൻ്റെ പിറ്റേന്നോ എന്നെ ഒന്ന് വിളിച്ചാൽ മതി. ഞാൻ ദാ ഫ്ലാറ്റ്. ആണോ? സന്ദീപിന് ചിരി വന്നു. എന്തിനെന്നറിയാതെ കണ്ണിൽ നനവ് പടരുകയും ചെയ്തു. നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന ഈ വിഷയം മാത്രം 1 വർഷം സംസാരിക്കാനുണ്ടല്ലേ? അല്ലിമ കുസൃതിയോടെ ചോദിച്ചു. ഓ, സംശയം എന്താ? സൺഡേ ഏർലി മോർണിംഗ് വരുമോ? 9 മണിക്ക് മുമ്പ് പോരെ? വേണ്ട, സമയം പറയണ്ട. ഞാൻ എണ്ണാൻ തുടങ്ങും ഓരോ മിനിറ്റും. ഞാൻ വെക്കട്ടെ, പിന്നെ വിളിക്കാം. ഓക്കെ, ബൈ. കോൾ കട്ടായി. അല്ലിമ ഫോൺ താഴ്ത്താതെ കവിളത്ത് ഉരുമിക്കൊണ്ട് നിന്നു. ശനിയാഴ്ച വൈകുന്നേരം അത്താഴം കഴിഞ്ഞ് ജയദേവൻ നമ്പ്യാർ ബെഡ്റൂമിലേക്ക് പോകുമ്പോൾ സന്ദീപ് അച്ഛൻ്റെ മുന്നിലേക്ക് വന്ന് പറഞ്ഞു, ഞാൻ നാളെ എറണാകുളം പോയാലോന്ന് വിചാരിക്കുന്നു. പോയിക്കോട്ടെ? അമ്മ എന്തു പറഞ്ഞു? അച്ഛനോട് പറഞ്ഞിട്ട് പോയിക്കോളാൻ. പോയിട്ട് മൺഡേ തിരിച്ചു വരും. എന്താ ഇത്ര അത്യാവശ്യം? വെറുതെ. വെള്ളപ്പൊക്കം കഴിഞ്ഞ് ഒരു പ്രാവശ്യമല്ലേ പോയുള്ളൂ. ശരി. ജയദേവൻ നമ്പ്യാർ കിടക്കറയിലേക്ക് പോയി. സന്ദീപ് ദീർഘനിശ്വാസം അയച്ചു. രാത്രി രാജശ്രീ മുറിയിൽ കയറി വാതിലടച്ച് കിടക്കയിലെത്തിയപ്പോൾ ജയദേവൻ നമ്പ്യാർ തിരക്കി. അവനെന്തിനാ എറണാകുളത്ത് പോകുന്നത്? അവനവിടെ പോകാൻ ഇഷ്ടമാ. അങ്ങനൊരു പതിവില്ലായിരുന്നല്ലോ. സുധാകരൻ്റെ വില്ല നല്ല സൗകര്യമാ. അതിൻ്റെ ആംബിയൻസൊക്കെ ആർക്കും ഇഷ്ടപ്പെടും. അവിടെ താമസിക്കാനുള്ള താല്പര്യമാണോ? അതോ കിഷോറുമായി ഈയിടെ അടുപ്പം കൂടുതലുണ്ടോ? ജയദേവൻ നമ്പ്യാർ തിരക്കി. അവനല്ലേ കൂട്ടുകാരെയും വിളിച്ചുകൊണ്ട് പോയി വീടൊക്കെ ക്ലീൻ ചെയ്ത് കൊടുത്തത്. ഓക്കെ, ചോദിച്ചെന്നേയുള്ളൂ. ലൈറ്റ് അണച്ച് കിടക്കുമ്പോൾ രാജശ്രീ സാധാരണ മട്ടിൽ പറഞ്ഞു. അടുത്ത വീട്ടിലെ പെൺകുട്ടി അവനോടിണങ്ങിയെന്ന് തോന്നുന്നു. കല്യാണം ആലോചിച്ച കുട്ടിയോ? ആ, അത് തന്നെ. അതിങ്ങോട്ട് വന്നോ അതോ അവൻ വീണ്ടും അങ്ങോട്ട് ചെന്നോ? പിന്നെയും അവർ തമ്മിൽ കണ്ടുമുട്ടി. ചിലപ്പോൾ അതായിരിക്കാം ഈശ്വര നിശ്ചയം. അവൻ അത്രയ്ക്ക് ആശിച്ചതല്ലേ. ഈശ്വര നിശ്ചയം മതിയോ നമ്മൾ നിശ്ചയിക്കണ്ടേ? ജയദേവൻ നമ്പ്യാർ ചോദിച്ചു. നമുക്കെന്താ തടസ്സം? അവരുടെ ഫാമിലി നോക്കണ്ടേ? നല്ല ഫാമിലിയാ. പിന്നെ ജാതകം ഒത്തു നോക്കണ്ടേ? അവർ തമ്മിൽ ഒത്തിണങ്ങിയാൽ പിന്നെ അതല്ലേ ഏറ്റവും വലിയ പൊരുത്തം. അങ്ങനെയല്ല, ജാതകത്തിലൊക്കെ വലിയ കാര്യങ്ങളുണ്ട്. അതത്ര നിസ്സാരമല്ല. ചൊവ്വാദോഷമൊന്നും ഉണ്ടാകാതിരുന്നാൽ പോരെ. വേറെ പൊരുത്തക്കേടൊന്നും വരാൻ സാധ്യതയില്ലല്ലോ.
അറിയാൻ വയ്യാത്ത കാര്യങ്ങളെ നിസ്സാരമായിട്ട് കാണരുത്. നമുക്ക് ജാതകത്തെക്കുറിച്ച് എന്തറിയാം? ജ്യോത്സ്യന്മാരല്ലേ അത് വിലയിരുത്തേണ്ടത്. ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ. രാജശ്രീ അങ്ങനെ പറഞ്ഞെങ്കിലും വെളിച്ചത്തിന് മേൽ ഒരു നിഴൽ വന്ന് പതിഞ്ഞതുപോലെ അവർക്ക് തോന്നി. പൂച്ചെടിച്ചട്ടികളിലെ കളകൾ നുള്ളിയെടുത്തുകൊണ്ട് മുറ്റത്ത് തന്നെ നിൽക്കുകയാണ് അല്ലിമ. രാവിലെ കുറച്ച് വൈകിയാണ് അവൾ ചെടിക്ക് വെള്ളമൊഴിക്കാൻ ഇറങ്ങിയത്. ആ ജോലിയുടെ ദൈർഘ്യം പതിവിലും ഇരട്ടിയായിരുന്നു. ഞായറാഴ്ചയായതിനാൽ എല്ലാവരും വീട്ടിൽ തന്നെയുണ്ട്. രാവിലത്തെ നടപ്പ് കഴിഞ്ഞു വന്ന് രാജഗോപാൽ 8 മണി വരെ സിറ്റൗട്ടിലിരുന്ന് പത്രം വായിച്ചു. ആ സമയത്തിനുള്ളിൽ അല്ലിമ മുറ്റം തീർത്തു. അടുക്കള പണികളിൽ സഹായിക്കണമെന്ന് ശ്രീലക്ഷ്മി വന്ന് പറഞ്ഞപ്പോൾ അല്ലിമ വിസമ്മതം പ്രകടിപ്പിച്ചു. ഇന്ന് ഞാൻ പുറംപണിയെല്ലാം ഏറ്റെടുത്ത് ചെയ്യുക. പുറംപണിയെന്ന് വെച്ചാൽ ഇത്ര കണ്ട് ചെയ്യാൻ എന്തിരിക്കുന്നു? ശ്രീലക്ഷ്മി നീരസപ്പെട്ടു. ബിന്ദുവിനോട് പറ അമ്മേ, അവൾക്കിന്ന് ക്ലാസ്സില്ലല്ലോ. ക്ലാസ് ഉള്ള ദിവസം മാത്രം പഠിച്ചാൽ മതിയോ സ്റ്റുഡൻസ്? എല്ലാ ദിവസവും പഠിക്കണം. പഠിക്കുക എന്നുള്ളത് അവരുടെ ജോലിയാണ്. എനിക്ക് കുറേ പഠിക്കാനുണ്ട്. എന്നെ ഒന്നിനും വിളിച്ചേക്കല്ലേ. വിന്ദാര ഒഴിഞ്ഞു മാറി. ഞാനും സ്റ്റുഡൻറ്റ് തന്നെയാണ്. എനിക്കും പഠിക്കാനുണ്ട്. അതൊക്കെ മാറ്റി വെച്ചിട്ടാ ഞാൻ. അല്ലിമ തർക്കിച്ചു. ഇവിടെ എന്തു പുറംപണിയാ അമ്മേ? മുറ്റം തൂത്തു കഴിഞ്ഞു. ചേച്ചി എന്താ ചെടികളെ കുളിപ്പിക്കുകയാണോ? നനച്ചാൽ മാത്രം പോരെ? വിന്ദാര ചോദിച്ചു. അതാ ഞാനും ചോദിക്കുന്നേ. ശ്രീലക്ഷ്മി വിന്ദാരയുടെ പക്ഷത്ത് നിന്നു. അല്ലിമ അത് കേട്ടതായി പോലും ഭാവിക്കാതെ തൻ്റെ ജോലി തുടർന്നതോടെ രണ്ടുപേരും പിൻവാങ്ങി. അല്ലിമ കൂടെ മൊബൈൽ എടുത്ത് സമയം നോക്കുന്നുണ്ടായിരുന്നു. ഹരിപ്പാട് നിന്ന് രാവിലെ കാറിന് യാത്ര തിരിച്ചാൽ എത്തേണ്ട സമയമായില്ലേ? കൂടി വന്നാൽ 2.5 മണിക്കൂർ. ഒരു തവണ അല്ലിമ സമയം നോക്കിയപ്പോൾ 8:34. ഫോണിൽ നിന്ന് കണ്ണെടുത്ത് റോഡിലേക്ക് നോക്കി. ഏതൊക്കെയോ വില്ലകളിലേക്ക് ഇടവിട്ട് കാർ വരുന്നു. ഈ ഭാഗത്തേക്ക് മാത്രമില്ല. ഒന്ന് വിളിച്ചു നോക്കിയാലോ? വേണ്ട. അല്ലിമ ഫോൺ സിറ്റൗട്ടിൽ വെച്ചിട്ട് ഗേറ്റിൻ്റെ വലതുവശത്തുള്ള പൂച്ചെടികളുടെ ശുശ്രൂഷയ്ക്കായി തയ്യാറെടുത്തു. തുറന്നു കിടന്ന ഗേറ്റിൻ്റെ ഒരു പാളി അടച്ചു. ഒരു അന്തഛേദന കൊണ്ട് പെട്ടെന്ന് മുഖമുയർത്തി റോഡിലേക്ക് നോക്കി. അത്ഭുതം കൊണ്ട് അവളുടെ മിഴികൾ വികസിച്ചു. സന്ദീപിൻ്റെ കാർ മെല്ലെ ഒഴുകി വരുന്നു. അവൾ സ്വയം മറന്ന് അത് നോക്കിക്കൊണ്ട് നിന്നു. കാർ ഗേറ്റിനടുത്തെത്തി സാവധാനത്തിലായി. അതിൻ്റെ ചില്ല് താഴ്ന്നു. സന്ദീപ് അവളെ നോക്കി ചിരിച്ചുകൊണ്ട് കൈത്തലം ഉയർത്തി. അല്ലിമയും കൈ ഉയർത്തി കാട്ടിക്കൊണ്ട് ഗേറ്റിൻ്റെ തുറന്ന ഭാഗത്തേക്ക് ചെന്നു. ഹലോ, സന്ദീപ് വിഷ് ചെയ്തു. ഇവിടെ എന്താ പണി? ഇത് തന്നെ, വെയിറ്റിംഗ്. ഇപ്പോൾ വരുന്നു കരുതിയോ? രാവിലെ മുതൽ ഞാനിവിടെയാ. മുറ്റം തൂക്കൽ, ചെടിക്ക് വെള്ളമൊഴിക്കൽ, കളയെടുക്കൽ. വിളിച്ചില്ലല്ലോ എവിടെ എത്തിയെന്നറിയാൻ. ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്ന ആളെ എന്തിനു വിളിച്ച് ശല്യപ്പെടുത്തണേ? വിളിക്കാതിരുന്ന ആ 2 മിനിറ്റും കൂടി നേരത്തെ എത്തില്ലേ? ബാക്കിയുള്ളവരൊക്കെ എന്തേ? എല്ലാവരും ഉണ്ട്. ഞാൻ വീട്ടിലൊന്ന് കയറി ഹാജർ വെച്ചിട്ട് വരാം. വല്ലതും കഴിച്ചോ? ഇല്ല. രാവിലെ കാറിൽ കയറി ഇരുന്നിട്ട് ഇതുവരെ ഇറങ്ങിയില്ല. എന്നാൽ വേഗം ചെല്ല്. ഓക്കെ. സന്ദീപ് അവളെ തന്നെ നോക്കി ചിരിച്ചുകൊണ്ട് കാർ മുന്നോട്ടെടുത്തു. അവൻ വൈഷ്ണവിയുടെ വീട്ടുമുറ്റത്ത് ചെന്ന് കയറുന്നതും കാറിൽ നിന്നിറങ്ങുന്നതും സിറ്റൗട്ടിലേക്ക് കയറി ചെല്ലുന്നതുമെല്ലാം നോക്കിക്കൊണ്ട് അല്ലിമ അവിടെ തന്നെ നിന്നു. ഒരു ചൂളമടി കേട്ട് അല്ലിമ തിരിഞ്ഞു നോക്കി. അപ്സ്റ്റെയറിലെ ബാൽക്കണിയിൽ വിന്ദാര. പിന്നീട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരുന്നപ്പോൾ വിന്ദാര പറഞ്ഞു, ഇവിടെ ഒരാൾ രാവിലെ മുതൽ പുറംപണി, മുറ്റം തൂക്കണ്, ചെടികളെ താലോലിക്കണ്, അവറ്റോളെ കുളിപ്പിക്കണ്, പൂച്ചെടികളോട് എന്തൊരു സ്നേഹം. അതിനെന്താ? രാജഗോപാൽ ചോദിച്ചു. അവളല്ലേ ഇവിടുത്തെ ചെടികളെ പരിപാലിക്കുന്നത്? അവൾ നോക്കിയില്ലെങ്കിൽ ഒരു ചെടിയെങ്കിലും ഈ മുറ്റത്തുണ്ടാവുമോ? അവൾ ഓരോ നഴ്സറിയിൽ നിന്നും വാങ്ങിക്കൊണ്ട് വെച്ച ചെടികളെല്ലാം. എന്നാലും അച്ഛാ, ഇങ്ങനെയുണ്ടോ ഒരു പൂച്ചെടി സ്നേഹം? ചിലർക്ക് അങ്ങനെയാ. ഗാർഡനിങ് ആണ് ഏറ്റവും ഇഷ്ടം. ഇത് അതൊന്നുമല്ലച്ചാ. രാവിലെ ഒരു കക്ഷി ഹരിപ്പാട്ടിന്ന് പുറപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആളെത്തുന്നത് കാണാൻ വേണ്ടിയുള്ള കാത്തുനിൽപ്പായിരുന്നു. പാവം പൂച്ചെടികൾ. ഇത് വല്ലതും അറിയുന്നുണ്ടോ? എല്ലാവരും വിന്ദാരയിൽ നിന്ന് കണ്ണെടുത്ത് അല്ലിമയെ നോക്കി. അല്ലിമയുടെ മുഖം അരുണാഭമായി. അവൾ വെറുതെ ഓരോന്ന് പറയുന്നതാ അച്ഛാ. ആ സന്ദീപിൻ്റെ കാര്യമാണോ നീ പറയുന്നേ? ശ്രീലക്ഷ്മി വിന്ദാരയോട് ചോദിച്ചു. ആണെന്ന്. അയാൾ വന്ന് ഗേറ്റിൽ കാർ സ്ലോ ചെയ്തു. ചേച്ചിയുമായിട്ട് സംസാരിച്ചു. അത് കഴിഞ്ഞപ്പം ചേച്ചിയുടെ മുഖം ഒന്ന് കാണണം. എന്താ പുഞ്ചിരി, എന്താ മൂളിപ്പാട്ട്. സന്ദീപ് വന്നോ മോളെ? രാജഗോപാൽ തിരക്കി. വന്നു. അല്ലിമ സമ്മതിച്ചു. നിങ്ങൾ തമ്മിൽ കണ്ടോ?
കണ്ടു. ഹായ് ഹലോ പറഞ്ഞു. ഞങ്ങൾ സ്ട്രേഞ്ചേഴ്സ് ഒന്നുമല്ലല്ലോ, ഫ്രണ്ട്സ് അല്ലേ? ആ, ഫ്രണ്ട്സ് എന്ന പ്രയോഗം അത്ര ശരിയല്ല. വേറെന്തോ ഒരു വാക്കാണ് ചേരുന്നത്. പോടി അവിടുന്ന്. അല്ലിമ കളിയായി ശാസിച്ചു. ഫ്രണ്ട്ഷിപ്പ് നല്ലതാണ്, അതിനപ്പുറത്തേക്ക് പോയാൽ നിന്റെ ഫ്യൂച്ചർ പ്ലാനുകളൊക്കെ തെറ്റും. രാജഗോപാൽ മുന്നറിയിപ്പ് നൽകി. അല്ലിമയൊന്നും പറഞ്ഞില്ല. പൂച്ച തൽക്കാലം കണ്ണടച്ച് പാൽ കുടിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. വിന്ദാര പരിഹസിച്ചു. അച്ഛനും അമ്മയും എങ്ങനെ ധരിച്ചാലും കുഴപ്പമില്ല എന്ന മട്ടായിരുന്നു അല്ലിമയ്ക്ക്. ഭക്ഷണം കഴിച്ച് കൈ കഴുകി തുടച്ച ശേഷം അല്ലിമ ശ്രീലക്ഷ്മിയെ സമീപിച്ച് പറഞ്ഞു, അമ്മേ, ഞാൻ അപ്പുറത്തെ വില്ല വരെ പോയിക്കോട്ടെ? ഏത് വില്ല? സുധാകരൻ അങ്കിളിൻ്റെ. എന്താ ഉദ്ദേശം? സന്ദീപേട്ടനെ കാണണം, സംസാരിക്കണം. ഞങ്ങൾ ക്ലോസ് ഫ്രണ്ട്സ് അല്ലേ? അത്രയും ഫ്രണ്ട്ഷിപ്പിൻ്റെ ആവശ്യമുണ്ടോ? എത്ര ക്ലോസ് ആയാലും കുറച്ച് അകലം പാലിക്കുന്നതാണ് നല്ലത്. പോവേണ്ടെന്നാണോ? നിനക്കൊരു മനംമാറ്റം ഉണ്ടായിട്ടുണ്ടല്ലേ? അങ്ങനെ ചോദിച്ചാൽ നിന്റെ മനസ്സിലുള്ളത് പറഞ്ഞോടി. പറയട്ടെ? ഇപ്പോഴാണ് അങ്ങനെ ഒരു പ്രപ്പോസൽ വരുന്നതെങ്കിൽ ഞാൻ വേണ്ടെന്ന് പറയില്ല. അങ്ങനൊരു സംശയം ഉണ്ടായിരുന്നെങ്കിലും മകളുടെ നാവിൽ നിന്ന് അത് നേരിട്ട് കേട്ടപ്പോൾ ശ്രീലക്ഷ്മിക്ക് ഒരു ഉൾക്കിടലം തോന്നി. അപ്പോൾ നിന്റെ കരിയർ, സിവിൽ സർവീസ്, അതൊക്കെയോ? എല്ലാം നടക്കും അമ്മേ. കല്യാണം കഴിഞ്ഞിട്ടോ അതിനു മുമ്പോ? അതെനിക്ക് നിശ്ചയമില്ല. അതെന്താ നിശ്ചയമില്ലാത്തത്? നീ അങ്ങനെയല്ലല്ലോ ചിന്തിക്കാറ്. ഓരോ കാര്യത്തെക്കുറിച്ചും വ്യക്തമായ കാൽക്കുലേഷൻ ഇല്ലേ നിനക്ക്? ഉള്ളതുകൊണ്ടാണല്ലോ അന്ന് വേണ്ടെന്ന് പറഞ്ഞത്. ഇപ്പം അതെല്ലാം തെറ്റിയോ? തെറ്റിയിട്ടൊന്നുമില്ല. എന്തായാലും നീ പോയിട്ട് വാ. പോകാൻ ഉത്സാഹിച്ചിറങ്ങിയതല്ലേ? ശ്രീലക്ഷ്മി അത്ര തൃപ്തിയില്ലാതെയാണ് പറഞ്ഞത്. അല്ലിമയ്ക്ക് അത് മനസ്സിലാകുകയും ചെയ്തു. പോകണോ വേണ്ടയോ എന്ന് സംശയിച്ചെങ്കിലും പോകാനുള്ള ത്വരയ്ക്കായിരുന്നു മുൻതൂക്കം. സാധാരണ എവിടെ പോയാലും വിന്ദാരെയോ വിശാഖിനെയോ കൂടെ കൂട്ടാറുള്ളതാണ്. എന്നാലിപ്പോൾ അവരെയെല്ലാം അകറ്റി നിർത്താനാണ് അവൾ ഇഷ്ടപ്പെട്ടത്. അല്ലിമ സുധാകരൻ്റെ വീട്ടിലെത്തിയപ്പോൾ അവിടെയുള്ളവരെല്ലാം ഊണുമുറിയിൽ ഒത്തുകൂടിയിരിക്കുകയായിരുന്നു. ഡോർബെൽ കേട്ടപ്പോഴേ സന്ദീപിൻ്റെ കണ്ണിൽ പ്രതീക്ഷയുടെ തിളക്കമുണ്ടായി. അതല്ലിമയാ, കിഷോർ പറഞ്ഞു. ഗോപിക എഴുന്നേറ്റ് ചെന്നപ്പോൾ അകത്തേക്ക് കയറണോ വേണ്ടയോ എന്ന് ശങ്കിച്ച് നിൽക്കുകയാണ് അല്ലിമ. ചേച്ചി വാ. കിച്ചുവേട്ടൻ്റെ പ്രഡിക്ഷൻ എത്ര കറക്റ്റാ? എന്ത് പ്രഡിക്ഷൻ? അല്ലിമ ചേച്ചിയാണെന്ന് അതെങ്ങനെ മനസ്സിലായി? എന്തുവേട്ടന് അങ്ങോട്ടുള്ള അറ്റാച്ച്മെൻറ്റ് ഞങ്ങൾക്കെല്ലാം അറിയാമല്ലോ. അത് വൺ വേ ആയിരുന്നല്ലോ. വെള്ളപ്പൊക്കം കഴിഞ്ഞപ്പോൾ വീതി കൂട്ടി ബ്രോഡ്വേ ആക്കാനുള്ള സ്ഥലം കിട്ടി. ഇതൊന്നും ആരും അറിയുന്നില്ലെന്നാണ് ചിലരുടെ വിചാരം. അല്പം കുശുമ്പോടെയാണ് ഗോപിക അത് പറഞ്ഞത്. അല്ലിമയ്ക്ക് നാണക്കേട് തോന്നാതിരുന്നില്ല. വരണം വരണം, ഇരിക്കണം. അല്ലിമയെ കണ്ടതേ കിഷോർ ഒച്ചയിട്ടു. അല്ലിമയ്ക്ക് ഇരിക്കാൻ വൈഷ്ണവി കസേര നീക്കിയിട്ട് കൊടുത്തു. അല്ലിമ ഇരുന്നു. സന്ദീപ് അല്ലിമയെ നോക്കി പുഞ്ചിരി തൂകി. ഇവിടെ ഞങ്ങൾ അല്ലിമയുടെ കാര്യം തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്, വൈഷ്ണവി വെളിപ്പെടുത്തി. എൻ്റെ കാര്യം പറയാനെന്താ? വേറൊന്നുമല്ല, കല്യാണക്കാര്യം തന്നെ. അന്ന് ഞങ്ങൾ കല്യാണം ആലോചിക്കാൻ വന്നതും നാണം കെട്ട് തിരിച്ചു പോകുന്നതും ഒക്കെ തന്നെ. അല്ലിമയുടെ മുഖം വിളറി. അല്ലിമയെ കുറ്റപ്പെടുത്തി പറഞ്ഞതല്ല, നല്ല ബോൾഡായിട്ട് പറഞ്ഞല്ലോ വേണ്ട എന്ന്. പെൺകുട്ടികൾക്ക് അങ്ങനെ പറയാൻ കഴിയണം. അതിൻ്റെ പേരാണ് ഫ്രീഡം. അത് ശരിയാ, ഗോപിക സമ്മതിച്ചു. പക്ഷേ വേണമെന്ന് തോന്നിയാൽ അതും പറയാനുള്ള ഫ്രീഡം വേണം. അപ്പോൾ ഉലക്കയും പത്തലുമായിട്ട് ആരും ചാടി വീഴരുത്. സന്ദീപ് കസേരയിൽ ഇരുന്നു കൊണ്ട് തന്നെ ഒരു ചായക്കപ്പ് അല്ലിമയുടെ മുന്നിലേക്ക് നീക്കി വെച്ചു. ഫ്ലാസ്കിൽ നിന്ന് അതിലേക്ക് ചായ ഒഴിച്ചു. ചായ കുടിക്ക്, സന്ദീപ് പറഞ്ഞു. ഞാൻ ചായ കുടിച്ചിട്ടാണ് വരുന്നത്. സാരമില്ലെന്നേ, സന്തു തരുന്നതല്ലേ, കിഷോർ പ്രോത്സാഹിപ്പിച്ചു. പ്രേമത്തിന് ചില നാണക്കേടുകൾ സഹിക്കേണ്ടി വരുമെന്ന് അല്ലിമയ്ക്ക് മനസ്സിലായി. പലപ്പോഴും വിളറുകയും ചൂളുകയും ചെയ്യേണ്ടി വന്നേക്കാം. എന്നാലും അതിലൊരു സുഖമുണ്ട്. അല്ലിമ ചായക്കപ്പെടുത്ത് മെല്ലെ മുത്തിക്കുടിച്ചു. അല്ലി, വൈഷ്ണവി വിളിച്ചു. നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലായല്ലോ, അതങ്ങ് ഉറപ്പിച്ചേക്കട്ടെ. എന്തുറപ്പിക്കട്ടെ എന്ന് അല്ലിമ അമ്പരന്നു. കല്യാണമല്ല, പരസ്പര സമ്മതത്തോടെ ഇഷ്ടത്തിലാണെന്ന്. ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറഞ്ഞു, മടിക്കണ്ട. ഇഷ്ടത്തിലാണ്, അല്ലിമ സമ്മതിച്ചു. അപ്പോൾ ഇനിയുള്ള കാര്യങ്ങൾ ആലോചിക്കേണ്ടത് വീട്ടുകാരാണ്. അതിനു മുമ്പ് നിങ്ങൾക്ക് പരസ്പരം എന്തെങ്കിലും ആലോചിക്കാനുണ്ടോ? ആരും ധൃതി കൂട്ടല്ലേ പ്ലീസ്. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. എനിക്ക് സിവിൽ സർവീസ് എഴുതാൻ താല്പര്യമുണ്ട്, അല്ലിമ പറഞ്ഞു. അത് കഴിഞ്ഞു മതിയോ മാരേജ്? സുധാകരൻ നായർ ചോദിച്ചു. സിവിൽ സർവീസ് ഈസി ആയിട്ട് ചെയ്യാവുന്ന കാര്യമല്ല.
1.5 ലക്ഷം പേരൊക്കെ പ്രിലിമിനറി എഴുതിയാൽ അതിൽ നിന്ന് 10-1 പേരിൽ കൂടുതൽ മെയിൻസ് എഴുതാനുണ്ടാവില്ല. അതിൽ നിന്ന് ഇൻ്റർവ്യൂ കഴിഞ്ഞ് 1500 പേരൊക്കെയാണ് ട്രെയിനിങ്ങിന് സെലക്ട് ചെയ്യപ്പെടുന്നത്. അതായത് 100-ൽ ഒരാൾക്കേ അത് കിട്ടുന്നുള്ളൂ. ഞാൻ ആ 100-ൽ ഒരാളാകാൻ തീരുമാനിച്ചിരിക്കുകയായിരുന്നു, അല്ലിമ പറഞ്ഞു. സുധാകരൻ നായർ സന്ദീപിനെ നോക്കി. വർഷങ്ങളെടുക്കും. നിന്റെ അച്ഛനും അമ്മയും അത്രയും വെയിറ്റ് ചെയ്യുമോ? അത്രയും വെയിറ്റ് ചെയ്താൽ തന്നെ നിങ്ങൾ തമ്മിൽ ഇപ്പോഴുള്ള ബോണ്ട് അന്ന് നിലനിൽക്കുമോ? ഇപ്പോഴുള്ളത് വെറും ഒരു ഇഷ്ടം മാത്രമാണ്. മനുഷ്യൻ്റെ മനസ്സല്ലേ, എപ്പോൾ വേണമെങ്കിലും മാറ്റം വരാം. വർഷങ്ങൾ നീളുന്ന യാത്രക്കിടയിൽ കൂടുതൽ മെച്ചപ്പെട്ട ഒരാളെ കണ്ടുമുട്ടിയെന്ന് വരാം. ട്രെയിനിങ് ടൈമിൽ ഒരേ പ്രൊഫഷനിലുള്ള ആളോട് ഇഷ്ടം തോന്നിയെന്ന് വരാം. മുമ്പ് തോന്നിയ ഇഷ്ടം ചാബല്യമാണെന്നും ബുദ്ധിപരമായി ചിന്തിക്കുമ്പോൾ പുതിയ ബന്ധമാണ് നല്ലതെന്നും തോന്നാം. അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്, ഇനിയും സംഭവിക്കുകയും ചെയ്യും. ഇപ്പോൾ സന്ദീപിന് മനസ്സിലായി, തൻ്റെ പ്രേമത്തിനും പ്രതിസന്ധികളുണ്ട്. സുഗമമാണെന്ന് തോന്നിയ സംഗതികൾക്കപ്പുറം തടസ്സങ്ങൾ ഉണ്ടാകാം. സന്ദീപേട്ടനും കൂടി ട്രൈ ചെയ്തൂടെ സിവിൽ സർവീസ്? അല്ലിമ ചോദിച്ചു. അതൊക്കെ ലോട്ടറി അല്ലേ മോളെ, സുധാകരൻ നായർ പറഞ്ഞു. 2 പേർക്കും ഒരേപോലെ കിട്ടണമെന്നില്ല. ഒരാൾക്ക് മാത്രം കിട്ടിയാലും പ്രശ്നമാണ്. മാത്രമല്ല സന്ദീപിന് അതിന് തക്ക ഉത്സാഹമൊന്നുമില്ല. ട്രൈ ചെയ്യാമല്ലോ, അല്ലിമ വാദിച്ചു. ഒരാൾക്ക് നന്നായിട്ടറിയാം പുഴ നീന്തി കിടക്കാൻ പറ്റില്ലെന്ന്. കാരണം അയാൾക്ക് നീന്തലറിയില്ല. ഒന്നുകൂടി ശ്രമിച്ചു നോക്കൂ എന്ന് അയാളോട് പറഞ്ഞിട്ട് അയാൾ വെള്ളത്തിൽ ചാടിയാൽ എന്ത് സംഭവിക്കും? സന്ദീപിന് ഇഷ്ടപ്പെട്ട ജോലി പത്രപ്രവർത്തനമാണ്. അവൻ്റെ അച്ഛൻ അവനെ ലോയറാക്കാനും അമ്മ ഡോക്ടറാക്കാനും നിർബന്ധിച്ചു നോക്കി. പക്ഷേ അവർ തോറ്റുപോയി. അടുത്ത ഭാഗം നാളെ.